ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തിരി പച്ചരിയും ഉഴുന്നുപരിപ്പും പരിപ്പും പിന്നെ ചെറുപയർ പരിപ്പും എല്ലാം കൂടി ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടു അരച്ചു. അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ തന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ തേങ്ങ, ഒരു അരമുറി തേങ്ങ, പിന്നെ കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് അരച്ചിട്ടാണ് അന്നേരം അരച്ച ഉടനെ തന്നെ ചുട്ട് കഴിക്കണം. ഇത് പുളിച്ചാൽ പിന്നെ കൊള്ളത്തില്ല. പിന്നെ ഇത് വെറുതെ പിന്നെ മുളക് പൊടി അല്ലെങ്കിൽ വറ്റൽമുളക് കുതിർത്തിയിട്ട് ഇതിൻ്റെ കൂടെ അരച്ചാൽ നല്ലതാട്ടോ. എന്നാൽ പിന്നെ വേറെ ചമ്മന്തിയൊന്നും വേണ്ട. അപ്പോൾ കറിവേപ്പിലയും ഉള്ളിയും തേങ്ങയായല്ലോ, അത് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആവും. അപ്പം നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു എരിവുണ്ടാവും. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ നല്ല രസമാണ്. ഇത് നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം, എന്നാലാണ് ടേസ്റ്റ്. അധികം കരിക്കണ്ട, പിന്നെ കട്ടി കുറയ്ക്കണ്ട. കട്ടിയോടെ തന്നെ മൂപ്പിച്ച് കഴിക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ്. അധികം പരത്തണ്ട. ഏകദേശം ഇത്രയൊക്കെ മൂത്താൽ മതി കേട്ടോ. ഇത് പണ്ട് എൻ്റെ അമ്മ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴല്ല, സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് തലേദിവസം ഉഴുന്നും അരിയും അരച്ചിടാൻ മറന്നു പോയാൽ പെട്ടെന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ട് എല്ലാം കൂടിയും കൂട്ടി അരച്ച്, അതിന് ചമ്മന്തിയൊന്നും വേണ്ടല്ലോ, അങ്ങനെ അരച്ച് ഉണ്ടാക്കി തരുന്ന ഒരു വിഭവമാണ്. ഇതൊരു പോഷകാഹാരവും കൂടിയാണ്. കടലയും മുതിരയൊക്കെ ഇടുക അതിനകത്ത്. ഈ ദോശക്കല്ലുണ്ടല്ലോ, ഞാൻ 20 നോൺ സ്റ്റിക്ക് വാങ്ങിച്ചു മടുത്ത് 5-6 എണ്ണം ഉണ്ട് ഇവിടെ, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പുതിയത് കല്ല് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ മയക്കി എടുത്തതാണ്. ഇപ്പോൾ ഇതിൽ നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.